തിരുശബ്ദം മീഡിയയിലൂടെ ഞങ്ങളെ സ്വാഗതം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹ അഭിവാദനം. ഗലീല കടലിൻ്റെ വടക്കു പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന പട്ടണമായിരുന്നു കഫർനഹൂം. രാഷ്ട്രീയമായ ഒരതിർ കൂടിയായിരുന്നു ഇവിടം എന്നതുകൊണ്ട് തന്നെ ഒരു ചുങ്കസ്ഥലവും ഇവിടെയുണ്ടായിരുന്നു. റോമൻ സർക്കാർ ലേവി എന്ന മത്തായിയെ ചുങ്കം പിരിവുകാരനായി നിയോഗിച്ചു. നമ്മുടെ വിഷയം മറ്റൊന്നുമല്ല, യേശുവിനെ അനുഗമിച്ച ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സാക്ഷ്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. മത്തായി യേശുവിനെ അനുഗമിച്ച കാര്യം അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നത് അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു എന്ന നിലയിൽ മാത്രമാണ്. എന്നാൽ ചരിത്രകാരനായ ലൂക്കോസ് ഇതേ കാര്യം സൂചിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് കാണാനാകും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഇവിടുത്തെ ചിന്ത എന്ന് പറയുന്നത് മത്തായി ചെയ്ത കാര്യം മത്തായി തന്നെ വലുതായി ചിത്രീകരിക്കുന്നില്ല. പ്രത്യുത ലൂക്കോസ് അത് വലുതായി, അഥവാ അതിൻ്റെ വില അനുവാചക സമക്ഷം അവതരിപ്പിക്കുന്നു. കർത്താവിനു വേണ്ടി നാം ചെയ്യുന്നത് വലുതായിരിക്കാം, എന്നാൽ അത് സ്വയ പുകഴ്ചയ്ക്കായി പറയരുത് എന്ന വലിയൊരു സത്യം മത്തായി നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ ചെയ്യുന്നതിലെ വലിപ്പം നാം മനസ്സിലാക്കണം എന്ന ചിന്ത ലൂക്കോസും നമുക്ക് നൽകുന്നു. കർത്താവ് സകലരെയും സഹായിക്കട്ടെ. അവിടുത്തെ വലിയ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.